proposing the name of Sri V.D. Satheeshan as the new Chief Minister of Kerala. ജനങ്ങളുടെ വികാരമാണ് V.D. സതീശൻ. All congratulations and support to the new CM Sri V.D. Satheeshan. ഡൽഹിയിൽ നിന്നുള്ള AICCയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പേ കേരളത്തിൽ ആവേശം അലതല്ലി കഴിഞ്ഞു. ചേട്ടാ, നീണ്ട 10 ദിവസത്തിന് ശേഷം കേരളം കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി V.D. സതീശൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇതൊരു ജനങ്ങളുടെ വിജയമെന്നേ പറയാൻ പറ്റൂ. ജനങ്ങളെയാണ് ഇന്ന് UDF സർക്കാരിനെ ഭരണത്തിൽ കൊണ്ടുവന്നത്. അതേ ജനമാണ് ഇന്ന് ഒരു ജനകീയ ഒരു മുഖ്യമന്ത്രിയെ ഇന്ന് ഇവിടെ നമുക്ക് പ്രഖ്യാപനത്തിലൂടെ കണ്ടത്. ജനകീയ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഗ്രൂപ്പിൻ്റെ ഒരു സമവാക്യമല്ല. ജനങ്ങളുടെ വികാരമാണ് V.D. സതീശൻ. ഈ 3 പേരുടെ പേരുകൾ ഉയർന്നു കേട്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് വന്നത് V.D. സതീശന് വേണ്ടിയായിരുന്നു. ഫ്ലക്സ് ചർച്ചകളും വിവാദങ്ങളും അതുപോലുള്ള കുറേ കാര്യങ്ങളെല്ലാം നടന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനവികാരം V.D. സതീശന് വേണ്ടിയല്ലേ ഉണ്ടായത്? പറഞ്ഞത് ശരിയാണ്. ജനവികാരം V.D. സതീശനെങ്കിലാണ്. സംഘടനാ ചുമതല പല ഘടകങ്ങൾ രമേശ് ചെന്നിത്തല സീനിയറാണ്. ബാക്കിയിലെല്ലാം ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ പിന്തുണ KCക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ V.D. സതീശനാണ്. ഇതൊരു ജനകീയ ഒരു ജനത്തിൻ്റെ ഒരു വിജയമാണ്, അല്ലാതെ വോട്ടർമാരുടെ വിജയമാണ്. Congress Committee wholeheartedly welcomes the decision announced by the All India Congress Committee proposing the name of Sri V.D. Satheeshan as the new Chief Minister of Kerala. This is a welcome move taken by the All India Congress Committee considering all the situation, and we extend all congratulations and support to the new CM Sri V.D. Satheeshan, and we will convene the meeting of the CLP immediately after the observers arrive and Trivandrum at 4 p.m. approximately. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരീക്ഷകർ ഉൾപ്പെടെ AICCയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാജി ഉൾപ്പെടെ അവർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നതാണ്. അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നിയമസഭാ കക്ഷിയുടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗം 4 മണിയിലേക്ക് നീട്ടിയിട്ടുണ്ട്. 4 മണിക്ക് അസംബ്ലി ഹാളിൽ കോൺഗ്രസിൻ്റെ എലക്റ്റഡ് MLA-മാർ 63 പേരുടെയും യോഗം ചേരും. ആ യോഗം ഐക്യകണ്ഠേന മുഖ്യമന്ത്രിയായി സതീശൻ്റെ പേര് V.D. സതീശൻ്റെ പേര് നിർദ്ദേശിക്കുന്നതാണ്. ഘടകകക്ഷി നേതാക്കന്മാരും തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ആലോചിച്ച് വൈകുന്നേരത്തോടെ കേരള ഗവർണറെ കാണുന്ന കാര്യം നിർദ്ദിഷ്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനിക്കും. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ വിജയാശംസകളും KPCCയുടെ പേരിൽ ഞങ്ങൾ നേരുകയാണ്.
മീറ്റിംഗ് അസംബ്ലി ഹാളിൽ പാർലമെന്ററി പാർട്ടി ചേരുന്നതിന് അസംബ്ലിയിൽ പ്രത്യേക സംവിധാനമുണ്ട്. അവിടെയാണ് യോഗം ചേരുന്നത് സൗകര്യത്തിന് വേണ്ടി, എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിന് വേണ്ടി. താങ്ക് യു. രാഹുൽ ഗാന്ധി നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. ചോരയിൽ എഴുതിയ ജീവനിൽ എഴുതിയ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ഞങ്ങളുടെ ഓമന നേതാവേ, എസ് സി വേണുഗോപാൽ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. ചോരയിൽ എഴുതിയ ജീവനിൽ എഴുതിയ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ചേട്ടാ, 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വി ഡി സതീശനെ കേരള മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതേസമയം മറുവശത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അതൃപ്തിയും രേഖപ്പെടുത്തി മന്ത്രിസഭയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എതിർപ്പിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നമ്മളെല്ലാം AICC അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. പ്രിയപ്പെട്ട എൻ്റെ നേതാവാണ് രമേശ് ചെന്നിത്തല. പുള്ളി പൂർണ്ണമായും അംഗീകരിക്കുമെന്നും ഈ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ തീരുമാനം മനസ്സാ വഹിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി വീണ്ടും പുള്ളി ഉണ്ടാവുമെന്ന് ആണ് എൻ്റെ വിശ്വാസം. അതായത് കോൺഗ്രസിൽ സജീവമായി രമേശ് ചെന്നിത്തല ഇനിയും ഒപ്പം നമ്മുടെ പാർട്ടിക്കൊപ്പം ഉണ്ടാവും അല്ലേ? പാർട്ടിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല എന്നും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നേതാവായി വീണ്ടും ഈ കേരളത്തിൽ ഉണ്ടാവുമെന്ന് ആണ് വിശ്വാസം. ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ ഒരുപാട് സമയം വൈകിയിരുന്നു. അപ്പോഴും ഹൈക്കമാൻഡിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിച്ചത് ഹൈക്കമാൻഡിന് വേണ്ടിയാണ് അല്ലേ? അത് ഹൈക്കമാൻഡാണല്ലോ ഞങ്ങൾ പാർട്ടിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഏറ്റവും മുകളിലുള്ള ഉന്നതായ സമിതി. ആ സമിതി എന്തു പറയുന്നു അത് അംഗീകരിക്കലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രവർത്തകരുടെ വികാരങ്ങളും അവരുടെ ചിന്തയും. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്ത് പറയുന്നു അത് അനുസരിക്കുക എന്നുള്ള ഒരു സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം ഉണ്ട് ആവേശം? അല്ലെങ്കിൽ വി ഡി സതീശൻ ഇതാ 13ാം മുഖ്യമന്ത്രിയായി നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഉടനെ തന്നെ ഇന്ദിരാഭവനിലേക്ക് എത്തും. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു മനസ്സിൽ തോന്നുന്നത്? ടീം UDFന്റെ ക്യാപ്റ്റനായി നമ്മൾ പ്രിയപ്പെട്ട നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ കാത്തുനിന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഇന്ദിരാഭവന് മുന്നിലാണ്. ഇവിടുത്തെ തിരക്കുകൾ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു കോൺഗ്രസ്സുകാരുടെ ആഹ്ലാദം എത്രത്തോളം ഉണ്ടെന്ന്. 10 വർഷത്തിന് ശേഷം 102 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയെങ്കിലും 10 ദിവസത്തിന് ശേഷമാണ് കേരളത്തിലെ ആര് നയിക്കും എന്ന ചർച്ചകൾക്കൊടുവിൽ ഇന്നാണ് വി ഡി സതീശന്റെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുമുണ്ട്.